2047 വിഷൻ വരെ തയ്യാറാക്കിയിരിക്കുന്ന നരേന്ദ്രമോദി അമിത്ഷായോടൊപ്പം ചേർന്ന് സർവാധിപത്യത്തോടെ അതിഭയങ്കരമായ കോൺഫിഡൻസോടുകൂടി മുന്നേറാൻ ശ്രമിക്കുന്നത് ജനങ്ങളിലുള്ള വിശ്വാസ്യത കൊണ്ടൊന്നുമല്ല. വർഷാവർഷങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും ഒക്കെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുന്ന രീതിയിൽ കൃത്യമായി രാഷ്ട്രപതിയെ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രപതിയുടെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് നടപ്പിലാക്കാം എന്നുള്ള രീതികളായിരുന്നു. എന്നാൽ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ ഈ ഒരു പരിപാടിക്കും കാര്യമില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു 2014 BJPയുമായി ചേർന്ന് സഖ്യത്തിലേക്ക് വന്നതാണ്. എന്നാൽ BJPയുമായി ചേർന്ന് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതോടെയാണ് നായിഡു കളം വിട്ടത്. ഇപ്പോഴിതാ വീണ്ടും NDAയിൽ നിന്നും ഊരാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. 16 MPമാരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ NDAയുടെ ഘടകകക്ഷി സ്ഥാനത്ത് നിന്നും മാറ്റാൻ വേണ്ടിയുള്ള നീക്കം BJP കാല് പിടിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകാം, മറിച്ചൊരു രീതിയിലേക്ക് കടക്കരുത് എന്ന് നായിഡുവിനോട് കേണപേക്ഷിക്കാൻ മാത്രമേ ഇപ്പോൾ മോദിക്കും സംഘപരിവാരത്തിനും കഴിയുകയുള്ളൂ. എന്നാൽ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും ശക്തമായി നടപ്പിലാക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെന്നതും വലിയ തോതിൽ പിൻവാതിൽ വഴി NRCയും അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഏറ്റവും ആപത്കരമാകുന്ന രീതിയിൽ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരാൻ അതുവഴി വലിയ അട്ടിമറി ശ്രമങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന BJPക്കും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുമ്പോൾ എല്ലാ രീതിയിലും അധികാരം ചുരുക്കാൻ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പുകച്ച് പുറത്തിയാടിക്കാൻ, അവരെ നിർവീര്യമാക്കുന്ന, അവർക്ക് കൂടുതൽ നിയമനിർമ്മാണ സഭയിൽ അധികാരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന് ബോധ്യമായതിനെ തുടർന്നാണ് നായിഡു കളം മാറ്റി ചവിട്ടാൻ ഉദ്ദേശിക്കുന്നത്. NDAയിൽ നായിഡു മാത്രമല്ല ഷിൻഡെയെയും ഒപ്പം നിർത്താൻ കൃത്യമായി കോൺഗ്രസിന് കഴിഞ്ഞാൽ അതൊരു വൻ നീക്കം തന്നെയായിരിക്കും. അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ളത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പാർലമെന്ററി സമ്മേളനമാണ് ഇപ്പോൾ കോൺഗ്രസ് നടക്കുന്നത്. അതിനിടയിലാണ് സഖ്യകക്ഷികളെ ഒപ്പം നിർത്താൻ പ്രധാനപ്പെട്ട NDAയിലെ സഖ്യകക്ഷികൾ, അവർ NDAയുമായി ഭിന്നാഭിപ്രായത്തിൽ ഉള്ള സഖ്യകക്ഷികളെ കൂടി കൃത്യമായി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ, ചരടുവലി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഏത് രീതിയിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട BJP അവർ സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് കാലാവധി തികയ്ക്കാൻ മാത്രമേ നോക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ഭരണഘടനാ സംവിധാനത്തെ അട്ടിമറിക്കാൻ പിൻവാതിൽ വഴി രാഷ്ട്രപതിയെ വരെ കൃത്യമായി ദുരുപയോഗം ചെയ്യുന്ന നടപടിക്രമങ്ങൾക്കെതിരെയുള്ള നീക്കമായാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത്. ഇന്ത്യ മുന്നണി രാഷ്ട്രപതിയോട് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പരമാധികാരത്തെ ദുർവിനിയോഗം ചെയ്യരുത് എന്നുള്ള കാര്യം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിലയ്ക്ക് നിർത്താൻ കഴിയണം.